വെൽക്കം ബാക്ക് ടു ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിംഗ് ബൈ സി എ മുഹമ്മദ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അക്കൗണ്ട്സ് നമുക്ക് എങ്ങനെ ഈസിയായി കൈകാര്യം ചെയ്യാം, തിയററ്റിക്കൽ ആയിട്ടുള്ള വലിയ നോളജ് ഇല്ലാതെ നമുക്ക് ടാലി പ്രൈം യൂസ് ചെയ്തിട്ട് അത്യാവശ്യം അക്കൗണ്ട്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കൂടുതലായിട്ട് GST അതുപോലെ തന്നെ ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടാക്സേഷനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ വരുമാനമാണ് ടാക്സ് അഥവാ നികുതി എന്ന് നമ്മൾ പറയുന്നത്. ഒരു രാജ്യത്തെ വരുമാനം നമ്മൾ ടാക്സ് ഇൻകം, നോൺ ടാക്സ് ഇൻകം എന്ന് പറയും. നികുതിയേതര വരുമാനം. അപ്പോൾ ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രാചീന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾ ടാക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നാട്ടുരാജ്യങ്ങളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഭരണ സംവിധാനങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ലാൻഡ് ടാക്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഭൂനികുതി ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അതായിരുന്നു മെയിൻ റവന്യൂ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹം തന്നെ നടന്നത് ഉപ്പിന്റെ മുകളിൽ ഒരു നികുതി ചുമത്തിയപ്പോഴായിരുന്നു ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പ്രാചീന കാലം മുതൽക്കേ ഇവിടെ നികുതി ഉണ്ട്. പിന്നെ മുഗൾ ഭരണകാലത്ത് മറ്റൊരു നികുതി ഉണ്ടായിരുന്നു, അതായത് സക്കാത്ത് അതേപോലെ തന്നെ ജിസിയ. രണ്ട് രൂപത്തിലുള്ള ഒരു ടാക്സേഷൻ ഉണ്ടായിരുന്നു. മുസ്ലിം വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് സക്കാത്തും, അമുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് മതവിഭാഗത്തിന് ജിസിയ എന്നുള്ള രൂപത്തിൽ രണ്ട് ടാക്സേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ബ്രിട്ടീഷ് ഭരണകാലത്ത് കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഇന്ത്യയിൽ കടന്നു വരികയുണ്ടായി. അങ്ങനെയാണ് ഇൻകം ടാക്സ് അതുപോലെ തന്നെ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, അങ്ങനെ പല കസ്റ്റംസ് ഡ്യൂട്ടി പോലുള്ള പല ടാക്സുകളും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് സിനാരിയോയിലുള്ള ടാക്സേഷനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മുൻകാലങ്ങളിൽ തന്നെ ടാക്സേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. GCC രാജ്യങ്ങൾ പൊതുവെ ടാക്സ് ഫ്രീ ആയിരുന്നു. നിലവിൽ അവിടെയും കോർപ്പറേറ്റ് ടാക്സും അതുപോലെ തന്നെ വാറ്റൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടാക്സ് എങ്ങനെ അക്കൗണ്ട് ചെയ്യാന്നുള്ളതാണ്. പൊതുവെ ടാക്സേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്ന്, ഇവിടെ നമ്മൾ അക്കൗണ്ട്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സുകാരന്റെ ആംഗിളിലാണ് നമ്മളിവിടെ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള ടാക്സേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നികുതി എന്ന് നോർമലി പറയുന്നത് ഭൂനികുതിക്കാണ്. സാധാരണക്കാരുടെ ഭാഷയിൽ നികുതി അടച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി അടക്കുന്ന ഭൂനികുതി എന്ന് പറയും. അതുപോലെ മറ്റൊരു നികുതി എന്ന് പറയുന്നത് കെട്ടിട നികുതി അല്ലെ ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഒക്കെ പോയിട്ട് അടക്കുന്നതാണ്. പിന്നെ നമ്മൾ മുന്നേ കേൾക്കുന്നുണ്ട് ഇൻകം ടാക്സ്, GST. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇൻകം ടാക്സ് അടക്കുന്നുണ്ടാവില്ല, GST അടക്കുന്നുണ്ടാവില്ല. അത് നോർമലി ഒരു ബിസിനസ്സുകാരനെ കുറിച്ചോ അല്ലെങ്കിൽ സാലറീഡ് ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും അതിന്റെ എഫക്റ്റ് വരുന്നുണ്ടാവും. പിന്നെ നമ്മൾ ടാക്സിന്റെ കേസിൽ എപ്പം പറയും പെട്രോളിന്റെ മുകളിലൊക്കെ വലിയ ടാക്സ് ഇടുന്നുണ്ട്. പിന്നെ മദ്യത്തിന്റെ പേരിൽ, അതായത് ലിക്കർ പോലുള്ള, ലോട്ടറി പോലുള്ള ഇതിന്റെ മുകളിലൊക്കെയാണ് വലിയൊരു നികുതി ഗവൺമെന്റിന് ഇൻകായിട്ട് വരുന്നതെന്നൊക്കെ പറയാറുണ്ട്. പൊതുവെ ഇത്തരം നികുതികളെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് ഓർ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഈ ടാക്സ് അടക്കുന്ന ആൾക്കറിയാം ഇത് ഞാൻ ടാക്സ് ആണ് കൊടുക്കുന്നത്. അത് നേരിട്ട് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് അടക്കുമ്പോൾ അതിനെ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിളിന് നമ്മുടെ ഭൂമിയുടെ പേരിൽ നമ്മൾ നികുതി കൊടുക്കുന്നു, ലാൻഡ് ടാക്സ്. അത് നമ്മൾ നേരിട്ട് വില്ലേജിൽ പോയിട്ട് അടക്കുന്നതാണ്. അതേപോലെ തന്നെ കോർപ്പറേഷനിൽ കൊണ്ടുപോയിട്ട് അടക്കുന്ന ബിൽഡിംഗ് ടാക്സ്. ഇൻകം ടാക്സ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ പോയിട്ട് ഓരോരാൾ തന്നെ ടാക്സ് അടക്കണം. അപ്പോൾ ഇത്തരം ടാക്സുകൾ നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. നേരെ മറിച്ച് നിങ്ങളൊരു ടൂത്ത് പേസ്റ്റ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ, അതും അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ പെട്രോളോ അങ്ങനെ മറ്റുള്ള പല ഐറ്റംസ് വാങ്ങുമ്പോഴും ഗവൺമെന്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരൻ ഒരിക്കലും പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, ആ ടാക്സ് ഗവൺമെന്റിലേക്ക് അടക്കുന്നില്ല. അപ്പോൾ അത് അയാൾ ടാക്സ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റിലേക്ക് അടക്കുന്നില്ല. നേരെ മറിച്ച് ഒരു ഇന്റർമീഡിയറി അല്ലെങ്കിൽ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു പെട്രോൾ പമ്പ്, അവിടെ പോയിട്ടാണ് നമ്മൾ എന്ത് ഫുൾ എമൗണ്ട് കൊടുക്കുന്നത്. അയാൾ അതിലെ ടാക്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗവൺമെന്റിന് അടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി വരുമ്പോൾ നമ്മൾ അതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരിട്ട് ടാക്സ് ആണെന്ന് കരുതി ഗവൺമെന്റിൽ കൊണ്ടുപോയി അടക്കുന്ന എമൗണ്ട് ആണ് ഡയറക്റ്റ് ടാക്സ്. നേരെ മറിച്ച് ഞാൻ ടാക്സ് അടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അറിയുന്നില്ല ഇത് അടക്കുന്നത് ടാക്സ് ആണെന്ന്. കാരണം നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ്, ഒരു ഷോപ്പുകാരനായിരിക്കും ഇത് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കും. അക്കൗണ്ട്സിന്റെ ആംഗിൾ വരുമ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എങ്ങനെ അക്കൗണ്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടാസ്ക്. സോ ഡയറക്റ്റ് ടാക്സ്, ഒരു
ബിസിനസ്സിൽ അവർക്ക് ലാൻഡ് ഉണ്ട്, അവർ ലാൻഡിന്റെ മുകളിൽ ടാക്സ് അടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്ങിന്റെ മുകളിൽ ബിൽഡിംഗ് ടാക്സ് അടക്കും. അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻഡിച്ചർ ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ടാക്സ് ടു ക്യാഷ് എന്ന ഒറ്റൊരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സിൽ കംപ്ലീറ്റ് ആയി. ബിൽഡിംഗ് ടാക്സ് അടക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ. കാരണം ഈ ലാൻഡ് ടാക്സ് ആണെങ്കിലും ബിൽഡിംഗ് ടാക്സ് ആണെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ടാക്സ് ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അസസ്മെന്റ് നടക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നാണെങ്കിൽ ഇത്രയാണ് നിങ്ങൾ ടാക്സ് അടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എമൗണ്ട് അടച്ചതിന് നമ്മുടെ ലയബിലിറ്റി സെറ്റ് ഓഫ് ആയി. അപ്പോൾ ആ രൂപത്തിൽ വരുമ്പോൾ ഒരു എക്സ്പെൻഡിച്ചറായിട്ട് നമ്മുടെ P&L ഈ ടാക്സ് എമൗണ്ട് കാണും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഒരു എക്സ്പെൻസിൽ വരുന്ന ഒരു ഐറ്റം ആയിട്ട് എന്തായാലും ഈ ടാക്സേഷൻ മാറും. നമ്മുടെ ഇവിടെ GST കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ GST നമ്മൾ ആരും നേരിട്ട് പോയിട്ട് GST ഡിപ്പാർട്ട്മെന്റിൽ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അടക്കുന്നില്ല. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ഈ കസ്റ്റമറിന്റെയും ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ ഒരു ഇന്റർമീഡിയറി പോലെ വർക്ക് ചെയ്ത് കളക്ട് ചെയ്തിട്ട് ഗവൺമെന്റിന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിളിന് ഒരു സിമെന്റ് ബാഗ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിന് 320 റുപ്പീസാണ് പ്രൈസ് എന്ന് കൂട്ടിക്കും, ഇൻക്ലൂഡിങ് GST. അതായത് 250 പ്ലസ് 28% ഓഫ് 250, ദാറ്റ് ഈസ് 70, ദാറ്റ് ഈസ് കം ടു 320. അപ്പോൾ നിങ്ങൾ 320ക്കാണ് സിമെന്റ് വാങ്ങുന്നത്, അതിൽ എത്ര GST ഉണ്ട് ഒന്നും നിങ്ങൾ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഷോപ്പുകാരന് 320 രൂപ അയാൾക്കും കിട്ടുന്നില്ല. ഈ 320 കൊടുക്കുന്നതിൽ 70 രൂപ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. സോ ഒരു ബിസിനസ്സുകാരൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 320 കസ്റ്റമർ അടുത്ത് നിന്ന് വാങ്ങി അയാൾ 70 രൂപ ഗവൺമെന്റിലേക്ക് എത്തിക്കുകയാണ്. ആ സിമെന്റ് ബാഗ് വിറ്റ ആ ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും 70 രൂപ ലാഭം കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഗവൺമെന്റിന് 70 റുപ്പീസ് പെർ ബാഗ് സിമെന്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു വണ്ടിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു മോട്ടോർ വെഹിക്കിൾ, ഒരു മോട്ടോർ കാറൊക്കെ വാങ്ങുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% ഗവൺമെന്റ് പല രൂപത്തിൽ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ടാണ്. പക്ഷേ ഒരിക്കലും എന്ത് പറയുന്നില്ല, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം എമൗണ്ട് ഗവൺമെന്റ് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടാക്സ് ആയിട്ട് ഞാൻ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെന്ന് ഒരിക്കലും അറിയുന്നില്ല. പെട്രോള് മറ്റൊരു ക്ലാസിക് എക്സാമ്പിളാണ്. പെട്രോളിലും ഓൾമോസ്റ്റ് 50% അബവോളം ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു സിനാരിയോ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്ത് പെട്രോളിന് 40 രൂപ ആ പമ്പുടം വെക്കും, 60 രൂപ നമുക്കും വന്ന് അടച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. സോ ഇവിടെയാണ് GST അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്ന മെത്തേഡ് ഗവൺമെൻറ് ഈസി ആയിട്ട് ജനങ്ങളടുത്ത് ടാക്സ് കളക്ട് ചെയ്യാനുള്ളൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. എപ്പോഴും ടാക്സ് ആണെന്ന് കരുതി നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടാക്സ് ഇവേഷൻ എന്നുള്ള ഒരു ത്രെറ്റും കൂടി അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ രൂപത്തിൽ ഒരു ബിസിനസ്സുകാരനെ വിശ്വാസത്തിലെടുത്ത് ആസ് ആൻ ഇൻ്റർമീഡിയറി ഇയാൾ വർക്ക് ചെയ്തിട്ടാണ് ഗവൺമെൻറ്റിന് ഇത്രയും റവന്യൂ എത്തിക്കുന്നത്. നമുക്കറിയാം GST റവന്യൂ ഒക്കെ ഇന്ത്യയിൽ ഒരു മാസം തന്നെ 1 ലക്ഷം കോടിക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യം ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടാക്സേഷൻ്റെ ഐഡിയ കിട്ടാനാണ്. ടാക്സ് അസസ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടാക്സ് അസസ് ചെയ്തിട്ട് നിങ്ങൾ എത്രയാണ് അടക്കേണ്ടതെന്ന് അവർ പറഞ്ഞുതരും, നമ്മളത് അടച്ചാൽ മതി. GST, ഇൻകം ടാക്സ് പോലുള്ള ടാക്സേഷൻ സിസ്റ്റത്തിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ എത്രയാണ് ടാക്സ് അടക്കേണ്ടതെന്ന് അയാൾ തന്നെ അസസ് ചെയ്യണം. സെൽഫ് അസസ്മെൻറ്റ് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതിന് നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ടി വരും. അങ്ങനെ റിട്ടേൺ കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയും വരും. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഈ ടാക്സേഷനും കൂടി കൺസിഡർ ചെയ്തിട്ട് അക്കൗണ്ട് ചെയ്താൽ മാത്രമേ കൃത്യമായ ടൈമിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് റിട്ടേൺസ് ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കമ്മിങ് ടു GSTയിൽ മന്ത്ലി 3 ടാക്സ് റിട്ടേൺസ് ആണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം കംപ്ലൈ ചെയ്യാനുള്ളത്. ആസ് എ ബിസിനസ് മാൻ ഇയാൾ GSTR 1 ഫയൽ ചെയ്യേണ്ടതുണ്ട്, GSTR 2, GSTR 3. ഇതായിരുന്നു ഇനീഷ്യലി GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഗവൺമെൻറ് റിക്വയർമെൻ്റ് ആയിട്ട് വെച്ചിരുന്ന റിട്ടേൺസ്. അതിൽ പ്രാക്ടിക്കൽ ചില ബുദ്ധിമുട്ടുമുണ്ട്. GSTR 2 പിന്നീട് എന്തായി, SSC ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. GSTR 3 എന്തായിട്ടുണ്ട്, 3B എന്നുള്ള രൂപത്തിൽ അതിനും കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് ആ റിട്ടേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ GSTR 1, GSTR 2, GSTR 3 ഇതിനിപ്പോൾ ഉള്ള നിലവിലുള്ള GSTR 1, 2A, 2B, 3B എന്ന് പറയുന്ന രൂപത്തിൽ 3 റിട്ടേൺ ആണ് ഇപ്പോൾ നിലവിൽ GSTയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ 3 ടൈപ്പ് ഓഫ് GST റിട്ടേൺസ് നമ്മളിപ്പം ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ 3 റിട്ടേൺസ്? ഈ GST എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്? GSTൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണ്?
ഇതും ഒരാൾ അക്കൗണ്ട് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാവേണ്ടതുണ്ട്. GST എന്ന് പറയുന്നത് വാറ്റ് കൺസെപ്റ്റിലുള്ള ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. 2017 ജൂലൈയിലാണ് GST ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2017 ജൂലൈക്ക് മുന്നേ എന്തായിരുന്നു ഉള്ളതെന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. 2017 ജൂലൈ അല്ലെങ്കിൽ GST വരുന്നതിന് മുന്നേ ഇന്ത്യയിലുള്ള പല ഇൻഡയറക്റ്റ് ടാക്സസും ക്ലബ്ബ് ചെയ്തിട്ടാണ് GST നിലവിൽ വന്നിട്ടുള്ളത്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസിൻ്റെ മുകളിലുള്ള ടാക്സ് സ്റ്റേറ്റ് ആയിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെയിൽസ് ടാക്സ് എന്നുള്ള പേരിൽ. അത് പിന്നീട് വാറ്റ് എന്നുള്ള രൂപത്തിൽ മാറുകയുണ്ടായി. GST വരുന്നതിന് തൊട്ട് മുന്നേ വാറ്റ് ആയിരുന്നു നിലവിലുള്ളത്. അത് ഗുഡ്സിൻ്റെ മേലെയുള്ള ഒരു ടാക്സ് ആണ്. അതായത് ട്രേഡിംഗ് ഗുഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമെൻറ്റ്, ടൂത്ത് പേസ്റ്റ്, ഈ രൂപത്തിലുള്ള ഐറ്റത്തിൻ്റെ മുകളിൽ ടാക്സ് കളക്ട് ചെയ്തിരുന്നത് സ്റ്റേറ്റ് ആയിരുന്നു വാറ്റ് എന്നുള്ള രൂപത്തിൽ. ആ സമയത്ത് തന്നെ സർവീസ് ലൈക്ക് ഓഡിറ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സർവീസ്, ഇങ്ങനെയുള്ള സർവീസിൻ്റെ കേസിൽ സർവീസ് ടാക്സ് ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അത് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു ടാക്സ് ആണ്. അത് എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയും. ആ മാനുഫാക്ചറിങ്ങിൻ്റെ മുകളിലുള്ള ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. പിന്നെ നമ്മൾ സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, മറ്റ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നോർമൽ കസ്റ്റം ഡ്യൂട്ടിക്ക് മുകളിൽ ഒരു അഡീഷണൽ കസ്റ്റം ഡ്യൂട്ടി എന്നുള്ള രൂപത്തിലുണ്ടായിരുന്നു. ആ ഒരു എമൗണ്ടും GSTയിലേക്ക് എഴുതുന്നുണ്ട്, ക്ലബ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 25-28ഓളം ടാക്സ് എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഒരു GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ള രൂപത്തിൽ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള വൺ നാഷൻ വൺ ടാക്സ് എന്നൊരു കൺസെപ്റ്റിൻ്റെ മുകളിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ 28ഓളം സ്റ്റേറ്റും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അപ്പോൾ ഈ പല സ്റ്റേറ്റിലും പല ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇതിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് GST നടപ്പിലാക്കിയിട്ടുള്ളത്. സ്റ്റേറ്റ്, സെൻറ്റർ, യൂണിയൻ ടെറിട്ടറീസ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് ഈ GST വർക്കൗട്ട് ചെയ്യുന്നത്. സോ സ്റ്റേറ്റിൻ്റെ GSTക്ക് SGST എന്നും, സെൻട്രലിൻ്റെ GSTക്ക് CGST എന്നും, യൂണിയൻ ടെറിട്ടറിൻ്റെ GSTക്ക് UTGST എന്നും പറയും. പിന്നെ ഇതിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ വരുമ്പോൾ ഇമ്പോർട്ടിലൊക്കെ വരുന്ന ടാക്സേഷനൊക്കെ IGST എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. സോ ഒരു സെൻട്രൽ GST ആക്റ്റും അതിൻ്റെ റൂളും ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള SGST ആക്റ്റും റൂളും ഉണ്ട്. യൂണിയൻ ടെറിട്ടറിയിൽ UTGST ആക്റ്റും റൂളുണ്ട്. പിന്നെ ഫൈനലി IGST ആക്റ്റും റൂൾസും നിലവിലുണ്ട്. ഈ GSTൻ്റെ റൂൾസ്, റെഗുലേഷൻസ്, ആക്ട്, കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ടൈമും അതൊരു പ്രത്യേകം ടോപ്പിക് തന്നെയാണ്. ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇന്ത്യൻ ടാക്സേഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും, അതുപോലെ തന്നെ GCC ടാക്സേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു സെഷനും നമ്മുടെ ആക്യുറേറ്റ് ബിസിനസ് അക്കാഡമി വരുന്ന സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകം വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ലീഗൽ സൈഡിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ടാക്സേഷൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു മാനുഫാക്ചർ ചെയ്ത് ഒരു ഫോണാണെങ്കിൽ അയാളൊരു ഫോൺ മാനുഫാക്ചർ ചെയ്തു, ഒരു ഹോൾസെയിലർ എടുത്ത് അത് വിറ്റു, ആ ഹോൾസെയിലർ ഒരു റീറ്റെയിലർ എടുത്ത് വിറ്റു, റീറ്റെയിലർ ഫൈനലി ഒരു കസ്റ്റമർക്ക് ആ ഫോൺ വിൽക്കുന്നു. ഈ ഒരു പ്രോസസ്സിൽ GST എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു മാനുഫാക്ചർ ഈ ഫോൺ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് പല ഐറ്റംസും ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും, പല റോ മെറ്റീരിയലും ലോക്കലി വാങ്ങേണ്ടി വരും, അതുപോലെ തന്നെ പല സർവീസും അയാൾ അക്വയർ ചെയ്യേണ്ടി വരും. അയാളെ സംബന്ധിച്ചിടത്തോളം ഇൻപുട്ട് സർവീസും ഉണ്ടാവും, ഇൻപുട്ട് ഗുഡ്സും ഉണ്ടാവും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് അയാൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോണ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഈ പ്രൊഡ്യൂസ് ചെയ്ത ഫോണ് ഇയാൾ നേരെ ഹോൾസെയിലർക്ക് വിൽക്കുകയാണ്. അപ്പോൾ ഹോൾസെയിലറെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഐറ്റം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇൻവാർഡ് സപ്ലൈ എന്ന് പറയും, ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇയാളത് ഈ സാധനം ഇയാളുടെ അടുത്ത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ മാനുഫാക്ചറെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതിനൊരു ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയും. ഈ ഒരു ടേം ടാക്സേഷനിൽ എവിടെയും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ വേർഡിനെ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറർ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുകയാണ്. ഇയാളെ ഫോൺ എന്ത് ചെയ്യുന്നു, ഹോൾസെയിലർക്ക് സെയിൽ ചെയ്യുന്നു, ഹോൾസെയിലർ ഇയാളുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ സെയിലിന് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറയാം, പർച്ചേസിന് വേണമെങ്കിൽ ഇൻവേർഡ് സപ്ലൈ എന്ന് പറയാം. പിന്നെ ഈ ഹോൾസെയിലർ എന്ത് ചെയ്യുന്നത്, റീറ്റെയിലർക്ക് എന്ത് ചെയ്യും, ഇത് വിൽക്കുകയാണ്. അപ്പോൾ ഹോൾസെയിലർ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു മാർജിനും ആഡ് ചെയ്തിട്ട് അത് റീറ്റെയിലർക്ക് എന്ത് ചെയ്യും, ഈ ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ഹോൾസെയിലറെ സംബന്ധിച്ചിടത്തോളം ഔട്ട്വേർഡ് സപ്ലൈ ടു റീറ്റെയിലർ, റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഇൻവേർഡ് സപ്ലൈ. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നൊക്കെ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ടേംസുമായിട്ട് ഇത് കണക്ട് ചെയ്യും. ഫൈനലി ഈ റീറ്റെയിലർ ഒരു നോർമൽ കസ്റ്റമർക്ക് ഇത് വിൽക്കുകയാണ്. ഈ കസ്റ്റമറുടെ അടുത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു മാർജിൻ ആഡ് ചെയ്തിട്ട് കസ്റ്റമർക്ക് വിൽക്കും. അപ്പം ഫൈനൽ സെയിൽ അല്ലെങ്കിൽ ഫൈനൽ ഔട്ട്വേർഡ് സപ്ലൈ അവിടെ നടക്കും. ഈ മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്ത് ഈ കസ്റ്റമറിൻ്റെ അടുത്ത് എത്തുന്നതിനിടയിൽ ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, ഒരു ഹോൾസെയിലർ
ഒരു റീറ്റെയിലർ, ഫൈനലി കസ്റ്റമർ എത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 4 ആൾ ഇവിടെ ഉണ്ടാവും. ഈ 4-ൽ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ കസ്റ്റമറാണ്. ചിലപ്പോൾ അയാൾക്ക് GST രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ ഈ ടാക്സേഷൻ നമ്മുടെ GST എൻഡിൽ അവിടെ എത്തും. മറ്റ് 3 ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഫോണ് 10,000 റുപ്പീസാണ് ആ ഫോണിൻ്റെ മാനുഫാക്ചർ ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് കൺസിഡർ ചെയ്യുക. ഇയാൾ എന്ത് ചെയ്ത് 10,000-ന് ആ ഫോണ് മാനുഫാക്ചർ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 5,000 മാർജിൻ ആഡ് ചെയ്തു. 15,000 രൂപക്കാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഇത് വിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു 18% GST അതിൻ്റെ കൂടെ വരും. അപ്പോൾ 15,000 പ്ലസ് അതിൻ്റെ 18% എന്ന് പറയുമ്പോൾ 2,700 വരും. അപ്പോൾ ഈ ഹോൾസെയിലർക്ക് ഇത് കിട്ടുന്നത് 17,700 രൂപക്കാണ്. 15,000 അതിൻ്റെ വാല്യൂ, 2,700 GST. അപ്പോൾ ഈ ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു, ഈ 15,000 പ്ലസ് GSTക്ക് കിട്ടിയ സാധനം, അതായത് 17,700 ആണ്. അപ്പോൾ ഇയാൾ 15,000-ൻ്റെ കൂടെ ഒരു 5,000 കൂടി മാർജിൻ ആഡ് ചെയ്തിട്ട് 20,000-നാണ് ഇയാൾ സെയിൽ ചെയ്യുന്നത് റീറ്റെയിലർ. അപ്പോൾ ഇയാൾ 20,000 പ്ലസ് GST എന്നുള്ള രൂപത്തിൽ 3,600 18% വരിക. ഈ എമൗണ്ടും കൂടി കൂട്ടി 23,600-ന് റീറ്റെയിലർക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. 10,000-ന് പ്രൊഡ്യൂസ് ചെയ്ത സാധനം 15,000-നാണ് ഇയാൾ ഹോൾസെയിലർക്ക് കൊടുക്കുന്നത്. ഹോൾസെയിലർ 20,000-നാണ് റീറ്റെയിലർക്ക് കൊടുക്കുന്നത്. റീറ്റെയിലർ അതിൻ്റെ മുകളിൽ ഒരു 10,000 കൂടി മാർജിൻ ആഡ് ചെയ്തിട്ട് 30,000-നാണ് കസ്റ്റമറിന് വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ടാക്സേഷൻ ഒന്നും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 10,000-ന് പ്രൊഡ്യൂസ് ചെയ്തു, ഇയാൾക്ക് 5,000, 15,000, മറ്റേ 5,000, 20,000, അവസാനം 10,000, അങ്ങനെ 30,000 രൂപക്ക് ഈ ഐറ്റം എത്തുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ അഡീഷൻ നടക്കുന്നുണ്ട്. മാനുഫാക്ചറർ 10,000 രൂപയാണ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇൻപുട്ട് മെറ്റീരിയലും മറ്റ് സർവീസിനും വരുന്ന കോസ്റ്റ് 10,000 ആണ്. അതിൻ്റെ കൂടെ 5,000 ഇയാളെ മാർജിൻ. അതിനെ നമുക്ക് വേണമെങ്കിൽ വാല്യൂ എന്ന് പറയാം. അപ്പോൾ ഇയാളെ ആഡ് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് 5,000 ആണ്. നേരെ ഇയാൾ രണ്ടാമത്തെ ഹോൾസെയിലർക്ക് ഇത് വെക്കുമ്പോൾ അയാളും എന്ത് ചെയ്ത 5,000 വാല്യൂ ആഡ് ചെയ്തു, അല്ലെങ്കിൽ 5,000 മാർജിൻ ആഡ് ചെയ്തു. അതിനെ നമുക്കൊരു വാല്യൂ എന്ന് പറയാം. ഫൈനലി മറ്റേ ആളെന്ത് 10,000 കൂടി ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ GSTൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് വാറ്റ് കൺസെപ്റ്റാണ്. വാറ്റ് മീൻസ് വാല്യൂ ആഡഡ് ടാക്സ്. ഓരോരാൾ ആഡ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ച് ഈ ടാക്സേഷൻ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇയാൾ 15,000 പ്ലസ് GST 2,700 കൂടി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ആരുടെ നിന്ന്? ഹോൾസെയിലറുടെ അടുത്ത് നിന്ന് ഇയാൾ 17,700 കളക്ട് ചെയ്യുമ്പോൾ 15,000 ഇയാൾക്ക് കിട്ടുന്നു. 2,700 ഇയാൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് അടക്കണം. ആ 2,700 അടക്കുമ്പോൾ അതിലെന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അയാൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഹോൾസെയിലറെ സംബന്ധിച്ചിടത്തോളം 2,700 രൂപ ആർക്ക്, മാനുഫാക്ചറർക്ക് ഓൾറെഡി ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇയാളിനി ഇത് 20,000 രൂപക്ക് വിൽക്കുമ്പോൾ 3,600 രൂപ ടാക്സ് എന്ത് ചെയ്യണം, റീറ്റെയിലറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ 3,600 ഇയാൾ റീറ്റെയിലറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തതിന് ആ ഫുൾ എമൗണ്ടും എന്ത് ചെയ്യേണ്ടില്ല, ഗവൺമെൻറ്റിന് അടക്കേണ്ടതില്ല. കാരണം ഇയാൾ ഓൾറെഡി ഈ പ്രോസസ്സിൽ 2,700 ടാക്സ് ഓൾറെഡി അടച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൽ എത്തിയിട്ടുമുണ്ട്. സോ ഇയാളെ സംബന്ധിച്ചിടത്തോളം 3,600 മൈനസ് 2,700 9,000 രൂപ മാത്രമേ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ GST ഡിപ്പാർട്ട്മെൻറ്റിന് അടക്കേണ്ടതുള്ളൂ. ഫൈനലി 30,000 രൂപക്ക് ഈ ഐറ്റം വിൽക്കുമ്പോൾ 5,400 രൂപ ടാക്സ് ആയിട്ട് വരും. ഈ 5,400 റീറ്റെയിലർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി 3,600 ഹോൾസെയിലർക്ക് കൊടുത്തിട്ടുള്ളത് കൊണ്ട് 1,800 രൂപ മാത്രമാണ് റീറ്റെയിലർക്ക് നെറ്റായിട്ട് അടക്കേണ്ടി വരും. ഇതിൽ ഓരോ ആളും ഓരോ വാല്യൂ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവർക്ക് ടാക്സ് വന്നിട്ടുള്ളതെന്ന് ഇതിൽ കാണാൻ പറ്റും. ഫൈനലി ഈ മുഴുവൻ ടാക്സും ബെയർ ചെയ്യുന്നത് എൻഡ് കസ്റ്റമർ തന്നെയാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം 5,400 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ടാക്സ് ആയിട്ട് ഇയാൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റീറ്റെയിലർ എന്ത് ചെയ്യുന്നത്, ഈ 5,400 വാങ്ങുക, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇയാൾ എന്തെങ്കിലും ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇൻ്റർമീഡിയറിയെ സംബന്ധിച്ചിടത്തോളം ഈ GST പോലുള്ള ടാക്സേഷനിൽ, അതായത് വാറ്റ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ടാക്സേഷനിൽ ഒരിക്കലും ഈ ഒരു ടാക്സിൻ്റെ പേരിൽ ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒരു ഇൻകോ എക്സ്പെൻഡിച്ചറോ ഇതിൽ വരുന്നില്ല. ഇതിൻ്റെ എല്ലാ ടാക്സും ബെയർ ചെയ്യുന്നത് എൻഡ് കസ്റ്റമറാണ്. ഇയാൾ ത്രൂ ആസ് എ ഇൻ്റർമീഡിയറി ഗവൺമെൻറ്റിൻ്റെയും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇടയിൽ നിന്ന് കസ്റ്റമർ അടുത്തുനിന്ന് കളക്ട് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോ
ഈ ഒരു എക്സ്പ്ലനേഷൻസ് നിന്ന് നിങ്ങൾക്കൊരു GSTൻ്റെ ബേസിക് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ബിൽഡിംഗ് ടാക്സോ ലാൻഡ് ടാക്സോ ഒക്കെ വരികയാണെങ്കിൽ ദാറ്റ്സ് ലൈക്ക് എൻ എക്സ്പെൻഡിച്ചർ, ഒരു പേയ്മെൻറ്റ് വൗച്ചറിൽ തീരുന്ന വിഷയമുള്ളൂ. അവിടെ അസസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യുന്നത്. ഇൻകം ടാക്സ് GST പോലുള്ള ടാക്സേഷൻസിൽ അവിടെ അസസ്മെൻറ്റ് നടത്തേണ്ടത് ബിസിനസ് ഓണർ തന്നെയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള റെക്കോർഡ്സ് കാര്യങ്ങൾ വേണ്ടി വരും. ഇൻകം ടാക്സ് ആണെങ്കിൽ അതിൻ്റെ അസസ്മെൻറ്റ് നടത്താൻ വേണ്ടുന്ന റെക്കോർഡ്സ് വേണം. അതിൻ്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് വേണം. അപ്പോൾ അതിൽ ആവശ്യപ്പെടുന്ന രൂപത്തിൽ അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടി വരും. GSTക്കും ഇതുപോലെ തന്നെ GSTക്ക് വേണ്ടുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള 3 റിട്ടേൺസ്, അതുപോലത്തെ ആനുവൽ റിട്ടേൺസ്, മറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റ് ആവശ്യപ്പെടാൻ സാധ്യതയുള്ള റെക്കോർഡ്സൊക്കെ ഇയാൾ കീപ്പ് ചെയ്യേണ്ടി വരും. ആ ഒരു ആക്റ്റിലും റൂളിലും പറഞ്ഞിട്ടുള്ള രൂപത്തിൽ ഇയാൾ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് നിന്ന് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെ ടാലി പ്രൈം യൂസ് ചെയ്തിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതാണ്. ഈ ടാലി പ്രൈം എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും എളുപ്പത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ എന്നുള്ള രൂപത്തിൽ പറഞ്ഞതാണ്. മറ്റേത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ഏകദേശം ഇതേ രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സ് പോകുന്നുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, GST എങ്ങനെ അക്കൗണ്ട് ചെയ്യും ടാലി പ്രൈം എന്നുള്ള രൂപത്തിൽ കാണിക്കും. അതിൻ്റെ കൂടെ തന്നെ മുന്നേ ഉള്ള എപ്പിസോഡിൽ നമ്മൾ ഇൻവെൻട്രി എങ്ങനെ അക്കൗണ്ട് ചെയ്യുന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. 2 കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത എപ്പിസോഡിൽ കമ്പൈൻഡ് ആയിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ GSTൻ്റെ കൺസെപ്റ്റ് ഇതിൽ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻവെൻട്രിയുടെ മുന്നേ തന്നെ ഐഡിയ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ അക്കൗണ്ട് ചെയ്തത് ഇൻവെൻട്രി ഇല്ലാതെ ആയിരുന്നു. ഇനി ഇൻവെൻട്രി ഈച്ച് ഐറ്റം ഗുഡ്സ് അതിൻ്റെ മൂവ്മെൻറ്റും കൂടി എങ്ങനെ നമ്മൾ ടാലി പ്രൈം യൂസ് ചെയ്ത് അക്കൗണ്ട് ചെയ്യുന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഡെയിലി ഡോസ് ഓഫ് അക്കൗണ്ടിങ് ബൈ CA Muhammad.